വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൻ്റെ ഭൂമിയിലെ ദൗത്യത്തെക്കുറിച്ച് യേശുവിൻ്റെ ജനനത്തിന് 800 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ വിവരിച്ച വേദഭാഗമാണ് യേശു തൻ്റെ ഭൂമിയിലെ ദൗത്യത്തിൻ്റെ ആരംഭത്തിൽ സിനഗോഗിൽ ആദ്യമായി വായിച്ച വേദഭാഗം. വിശുദ്ധ മാർക്കോസ് അത് 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നു. യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്ന് പതിവ് പോലെ ഒരു ശാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ പാപാവസ്ഥകളിൽ നിന്നും അകന്ന് മറ്റൊരു വ്യക്തിയാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവിൻ്റെ പാടുപീഡകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അനാദിപിതാവായ സർവേശ്വര, അങ്ങേ തിരുക്കുമാരൻ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഭാരമായ കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ അനുഭവിച്ച സങ്കടങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും അങ്ങേ കോപത്തെ നീക്കിയരുളണമേ. ആമേൻ.